അല്ലാതെ ഞാൻ മതത്തിലോ ദൈവങ്ങളിലോ വിശ്വസിക്കുന്ന ഒരാളോടും ഞാൻ ഒരിക്കലും തർക്കിക്കാൻ പോകാറില്ല, ഞാൻ അവരോട് വഴക്കുണ്ടാക്കാൻ പോകാറില്ല. കാരണം ആ വിശ്വാസം അവർക്ക് മനസ്സിന് ഒരു ധൈര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, അത് അവരുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഊർജം കൊടുക്കുന്നുണ്ടെങ്കിൽ, അതാണ് അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ അതവർക്ക് അവർ ചെയ്യട്ടെ, അതിന് ഞാനെന്തിനു കുറ്റപ്പെടുത്തണം? അത് പക്ഷേ നമ്മുടെ സമൂഹത്തിന് ദ്രോഹമാകുന്ന തീരുമാനങ്ങളാകുകയും അത് എന്നെയും അത് അടിച്ചേൽപ്പിക്കാൻ വരികയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് എനിക്ക് എൻ്റെ യുക്തിക്ക് നിരക്കാത്ത രീതിയിൽ അത് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം ഞാനതിൽ നിന്ന് മാറി നിൽക്കുകയോ ഒഴിവായി പോവുകയോ എൻ്റെ അഭിപ്രായം പറയുകയോ ചെയ്യും. അത്രേ ഉള്ളൂ. ഞാനൊരു മതത്തിനും എതിരല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതെ, ഓക്കെ. ഈശ്വരവിശ്വാസം നല്ലതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈശ്വരവിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ഈ ഭൂമിയിലെ വലിയൊരു ശതമാനം ആളുകൾ ഇന്നത്തേക്കാൾ അധാർമികളായി പോയേനെ. കാരണം ഈ രാഷ്ട്രത്തെ സ്നേഹിച്ചിട്ടല്ല, പലരും ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ എന്ന് പേടിച്ചിട്ട് ഡീസൻ്റ് ആയിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ആ ദൈവമുള്ളത് തന്നെയാണ് ഈ സമൂഹത്തിന് നല്ലത്. അവരാ ദൈവത്തിൽ വിശ്വസിച്ചില്ലേ നമുക്കൊക്കെ വലിയ ശല്യമായി പോയിനെ അവരെല്ലാം. ശരിയല്ലേ? പിന്നെ അത് മാത്രമല്ല, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എത്ര മതത്തിൽ എത്ര മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞാലും ഒരു മനുഷ്യന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മൂല്യബോധമുള്ള ഒരു മനുഷ്യന് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് തന്നെയാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത്. നമുക്ക് കിട്ടിയ ഒരു മൂല്യബോധം, അതാണ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം. നിങ്ങൾക്കൊരു നമുക്കറിയാമല്ലോ, സമൂഹത്തിൽ തന്നെ പലതരം മൂല്യബോധമുണ്ട്. പക്ഷെ ഇതിനൊരു പ്രശ്നം എന്താ അറിയോ? ചിലരുടെ മൂല്യബോധം സൃഷ്ടിച്ചത് മതങ്ങളാണ്. ചിലർക്ക് ഈ മതം ഇല്ലെങ്കിലും മൂല്യബോധം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മതവിശ്വാസം ഇല്ലാത്ത നാടുകളുണ്ട്, മനുഷ്യരുണ്ട്, അവർക്കൊന്നും മൂല്യബോധം ഇല്ലേ? ഏറ്റവും തീവ്രമായ മതപ്രവർത്തനങ്ങൾ ഇല്ലാത്ത സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഞാൻ ഉദാഹരണം പറയാം, ആ രാജ്യങ്ങളിൽ ചെന്നാൽ മുമ്പേ നമ്മൾ പറഞ്ഞ നിങ്ങളുടെ തൊട്ടടുത്ത അയൽക്കാരനെ, നിങ്ങളുടെ സഹജീവിയെ ദ്രോഹിക്കരുതെന്ന് ഏറ്റവും അധികം വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അവരാണ്. അവിടെ ഒരു അന്യന് ശല്യമുണ്ടാക്കുന്ന ഒരു ശബ്ദം പോലും പുറത്ത് കേൾക്കാൻ പാടില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. എൻ്റെ വീട്ടിലെ ശബ്ദം എൻ്റെ മതിലിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എൻ്റെ വീട്ടിൽ പാചകം ചെയ്താൽ മീൻ പൊരിച്ചതിൻ്റെ സ്മെല്ല് അപ്പുറത്തെ വീട്ടുകാരന് ശരിയാണെങ്കിൽ അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന സമൂഹങ്ങളാണ് അവിടെ. അത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ജനസമൂഹമാണ് അവിടെ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ജീവിക്കുന്ന ധാരാളം മലയാളികളോട് ചോദിച്ചാൽ അറിയാം, അവിടെ മറ്റൊരു മനുഷ്യർ ഒരു ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. എല്ലാവരും സഹായിച്ചോളണമെന്നില്ല. പക്ഷെ ഏറ്റവും മിനിമം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ? ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. അത് തീവ്രമായ മതചിന്തകൾ ഉള്ള പലയിടത്തുമാണ് ഈ ഉപദ്രവം കൂടുതലുള്ളത്.